എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗണിത ക്വിസാണ്. പ്രേക്ഷകർക്കുള്ള ചോദ്യം നൽകിയിട്ടുണ്ട്, ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അക്കങ്ങൾ തുല്യമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഉത്തരം 9. ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 18ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ 2618 ആണ് എങ്കിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും? ഉത്തരം 2601. 2 വർഷം മുമ്പ് അപ്പുവിൻ്റെ വയസ്സ് 10 ആയിരുന്നു. ഇനി 3 വർഷം കൂടി കഴിയുമ്പോൾ അപ്പുവിന് എത്ര വയസ്സാകും? ഉത്തരം 15. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? ഉത്തരം 0. 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളിൽ ഏറ്റവും വലിയ ഒറ്റസംഖ്യ ഏത്? ഉത്തരം 999. 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ വർദ്ധിച്ചാൽ ചുറ്റളവ് എത്ര സെൻറ്റിമീറ്റർ വർദ്ധിക്കും? ഉത്തരം 2 സെൻറ്റിമീറ്റർ. ഒരു റിബൺ 20 പ്രാവശ്യം മുറിച്ചാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? ഉത്തരം 21 കഷ്ണങ്ങൾ. 10 ഗുണിക്കണം 46 ഗുണിക്കണം 12 ഗുണിക്കണം 34 ഗുണിക്കണം 0 എത്രയാണ്? ഉത്തരം 0. 0 കണ്ടുപിടിച്ചത് ഏതു രാജ്യക്കാരാണ്? ഉത്തരം ഇന്ത്യക്കാർ. 21 റോമൻ ന്യൂമറലായി എങ്ങനെ എഴുതാം? ഉത്തരം XXI. 0, 3, 4 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഉത്തരം 430. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള തുണിക്ക് 50 രൂപയാണ് വില എങ്കിൽ 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള തുണിക്ക് എത്ര രൂപയാകും? ഉത്തരം 200 രൂപ. ലോകപ്രശസ്തനായ ഒരു ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനാര്? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 10 വർഷം കഴിഞ്ഞാൽ ഇരുവരുടെയും വയസ്സുകളുടെ തുക എത്രയാകും? ഉത്തരം 68. രാമു റേഷൻ കടയിൽ ക്യൂ നിൽക്കുകയാണ്. അവൻ മുന്നിൽ നിന്നും 10ാമതാണ്, പിന്നിൽ നിന്നും 5ാമതും. എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? ഉത്തരം 14. 100, 90, 79, 67 ഇങ്ങനെ തുടർന്നാൽ അടുത്ത സംഖ്യ ഏതാണ്? ഉത്തരം 54. 5ാം ക്ലാസ്സിലെ 5 കുട്ടികളുടെ ആകെ വയസ്സ് 55 എങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അവരുടെ ആകെ വയസ്സെത്ര? ഉത്തരം 80. 2 കുട്ടികളുടെ വയസ്സുകൾ കൂട്ടിയാൽ 22ഉം കുറച്ചാൽ 2ഉം കിട്ടുമെങ്കിൽ മുതിർന്ന കുട്ടിയുടെ വയസ്സെത്ര? ഉത്തരം 12. ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിഷ്ടം ഏതാണ്? ഉത്തരം 4. മെയ് 1-ാം തീയതി ബുധനാഴ്ചയായാൽ ആ മാസം എത്ര ബുധനാഴ്ചകൾ ഉണ്ടാകും? ഉത്തരം 5. 10 ഗുണിക്കണം 10നേക്കാൾ എത്ര കൂടുതലാണ് 11 ഗുണിക്കണം 11? ഉത്തരം 21.
ഒരു സ്കൂളിൽ 29 അധ്യാപകരുണ്ടായിരുന്നു. അവരിൽ 3 പേർ ദീർഘകാല അവധിയിലാണ്. അതേ വർഷം 7 പേർ പെൻഷനാവുകയും 5 പേർ പുതുതായി വന്നു ചേരുകയും ചെയ്തുവെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ എത്ര അധ്യാപകരുണ്ട്? ഉത്തരം 24. അബു ഒരു ബാങ്കിൽ നിന്നും 6 മാസത്തെ കാലാവധിക്ക് 4500 രൂപ കടമെടുത്തു. മാസം 800 രൂപ വീതം തിരിച്ചടക്കണമെങ്കിൽ പലിശ ഇനത്തിൽ അയാൾ അടയ്ക്കേണ്ട തുക എത്ര? ഉത്തരം 300 രൂപ. രാവിലെ 8:20 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:30 എറണാകുളത്ത് എത്തിയാൽ യാത്രക്കെടുത്ത സമയം എത്ര? ഉത്തരം 5 മണിക്കൂർ 10 മിനിറ്റ്. ഡയമണ്ട് ജൂബിലി എത്ര വർഷത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം 60 വർഷം. 1, 3, 6, 10 തുടരുന്ന ഒരു സംഖ്യാശ്രേണിയുടെ 10ാമത്തെ സംഖ്യ ഏത്? ഉത്തരം 55. സിദ്ധാന്ത ശിരോമണി, ലീലാവതി, ബീജഗണിതം, കരണകുതൂഹലം തുടങ്ങിയ ഗണിതശാസ്ത്ര കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യർ. അടുത്തടുത്ത 2 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? ഉത്തരം 2, 3. 45,670 കൂട്ടണം 4567 സമം 4567 ഗുണിക്കണം ഡാഷ്. ഉത്തരം 11. 100-ൽ താഴെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളുടെയും ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമെത്ര? ഉത്തരം 0. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എത്രയാണ്? ഉത്തരം ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉയരം എന്നിവ തുല്യമായ രൂപത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ക്യൂബ്. 1977 അമേരിക്കയിലെ ഡള്ളാസിൽ കമ്പ്യൂട്ടറുമായി നടന്ന ഒരു ഗണിത മത്സരത്തിൽ 50 സെക്കൻഡിനുള്ളിൽ ഉത്തരം നൽകി കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച വ്യക്തി ആര്? ഉത്തരം ശകുന്തള ദേവി. 9999 കൂട്ടണം 999 കൂട്ടണം 99 കൂട്ടണം 9 എത്രയാണ്? ഉത്തരം 11,106. 1നെ തുടർന്ന് 100 പൂജ്യം വരുന്ന സംഖ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഗൂഗോൾ. ഒരു ഗണിതശാസ്ത്രജ്ഞൻ്റെ ക്ഷമാപണം, എ മാത്തമാറ്റീഷ്യൻസ് അപ്പോളജി, ഈ കൃതി ആരുടേതാണ്? ഉത്തരം GH ഹാർഡി. ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഇറാത്തോസ്തനീസ്. ക്ലോക്കിലെ ഓരോ അക്കങ്ങൾക്കിടയിലെയും കോണളവ് എത്രയാണ്? ഉത്തരം 30 ഡിഗ്രി. ലോക പൈ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഉത്തരം മാർച്ച് 14. തേനറകളുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട ബഹുഭുജമേത്? ഉത്തരം സമഷഡ്ഭുജം. ഒരു സംഖ്യയുടെ ഇംഗ്ലീഷിലെ അക്ഷരങ്ങളുടെ എണ്ണവും സംഖ്യയുടെ വിലയും തുല്യമാണ്. ഏതാണ് ആ സംഖ്യ? ഉത്തരം 4. ഒരു പത്രം വായിക്കാൻ നോക്കിയപ്പോൾ 20 പേജുള്ള പത്രത്തിൽ 7ാമത്തെ പേജ് കാണാനില്ല. എങ്കിൽ ഏതൊക്കെ പേജുകൾ കൂടി നഷ്ടപ്പെട്ടിരിക്കും? ഉത്തരം 8, 13, 14. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉത്തരം 1. പ്രേക്ഷക ചോദ്യം ഇതാണ്:
മൂന്ന് സംഖ്യകൾ കൂട്ടുകയോ ഗുണിക്കുകയോ ചെയ്യുമ്പോൾ ഒരേ ഉത്തരം ലഭിക്കുന്നു. ഏതൊക്കെയാണ് ആ സംഖ്യകൾ? ഉത്തരം കമൻറ്റ് ചെയ്യുക.